ഇന്നൊരു ഹോളിഡേ ആയിരുന്നു. ഹോളിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് എടുത്തെന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ ഗാദിനോടാണ് കേട്ടോ നമ്മുടെ സാധനങ്ങൾ, ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെ തമിഴ് ആൾക്കാരുടെയാണ് അത്, ഫുള്ളും ശ്രീലങ്ക ആൾക്കാരാണ് അവിടെ ഫുള്ള് എന്താ പറയുക നമ്മുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നാൽ മാത്രമേ നമ്മുടെ സാധനങ്ങളൊക്കെ കൂടുതലും കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പോയി. നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇട ദിവസമാണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട്. അപ്പം എനിക്കിവിടുന്ന് 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പം പോയി എല്ലാ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ക്രീമുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഹോളിഡേ കിട്ടുമ്പോഴാണ് ഞാൻ പോകാറുള്ളത്. അപ്പം അങ്ങനെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ ലിസ്റ്റൊക്കെ ഇട്ടിട്ടാണ് പോയത്. കാരണം ഞാൻ ഇതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോഴാണ് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ട് പോവുക. പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടി, അരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് വരാറുള്ളത്. അപ്പോൾ ഇത് ഫ്രാൻസിലുള്ള സ്റ്റുഡൻസിനൊക്കെ, അതായത് പാരീസിലുള്ളവർക്കൊക്കെ, നമ്മുടെ മലയാളികൾ, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എളുപ്പുന്ന സാധനങ്ങൾ കിട്ടാനായിട്ടുള്ള, അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. കറിവേപ്പില മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പം നമ്മുടെ പേരിലാണ് ഒരു കട വെച്ചിരിക്കുന്നത് തന്നെ. അപ്പം അങ്ങനെ ഞാൻ പോയിട്ട് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ കുറേ നടക്കാനുണ്ടെന്ന് വിചാരിക്കും, പക്ഷേ ഇല്ല. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരവണ ഭവൻ പോലത്തെ ചെന്നൈ ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട്. അപ്പം എനിക്ക് മെയിനായിട്ട് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രേവിങ് ആയിരുന്നു. അപ്പം ഞാൻ എനിക്ക് കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വൃത്തി എന്നൊക്കെ തോന്നിയൊരു സ്ഥലത്ത് ഞാൻ കയറി. നല്ല നമ്മുടെ നാട്ടിലത്തെ കൂടിയല്ല, വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റൊക്കെയാണ്. എന്നാലും റേറ്റും നല്ല അത്യാവശ്യം റേറ്റുണ്ട്. പോയി ഒരു സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരുന്നു. തമിഴ് ചേട്ടനോട് ഞാൻ മസാല ദോശ എന്നൊക്കെ പറഞ്ഞു. അത്യാവശ്യം നല്ല ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അങ്ങനെ ഞാനൊരു മസാല ദോശയൊക്കെ തിന്ന്, വലിയ ടേസ്റ്റ് എന്ന് പറയാൻ ഇല്ലെങ്കിലും അതൊക്കെ കഴിച്ച് തിരിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഒരാഴ്ചത്തേനുള്ള പച്ചക്കറിയൊക്കെ ആവശ്യത്തിൽ വാങ്ങിയിട്ട് പോന്നു. തിരിച്ച് വീട്ടിൽ വന്നു, അത്യാവശ്യം പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിലേക്ക് പോന്നു. ഇതൊക്കെയാണ് എൻ്റെ ഹോളിഡേ വിശേഷങ്ങൾ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.